ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടു പോയാൽ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ UDF എന്ന മുന്നണി സംവിധാനത്തിൽ വരെ വലിയ വിള്ളൽ വീഴാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരും കേന്ദ്ര തലത്തിലുള്ള നേതാക്കന്മാരുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രാദേശിക തലത്തിൽ പാർട്ടിയിൽ ഏകോപനമുണ്ടാക്കി അരയും തലയും മുറുക്കി ഒറ്റക്കെട്ടായി നിന്ന് ഗ്രൂപ്പിസമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അധികാരത്തിലേറണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. എന്നാൽ അവരിലേക്ക് എത്തിപ്പെടുവാൻ കോൺഗ്രസിന് സാധിക്കാതെ പോകുന്ന ചില സംഘടനാ സംവിധാന പിഴവ് കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കുറി 2026 കെ സുധാകരൻ എന്ന KPCC അധ്യക്ഷന്റെ മേൽനോട്ടത്തിൽ ജില്ലാതലത്തിലും പാർലമെന്റ് തലത്തിലും വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളാർന്ന ചില ജില്ലകളുണ്ട്. ആ ജില്ലകളിൽ നേടിയിട്ടുള്ള സീറ്റുകളല്ലാതെ 30-ലേറെ സീറ്റുകൾ കൂടി UDF നേടിയെടുത്തെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തുവാൻ UDFന് സാധിക്കൂ. അതുകൊണ്ട് എല്ലാ തരത്തിലും പ്രവർത്തിക്കുവാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDFലെ നേതാക്കന്മാരെല്ലാം. അതിലിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അത് മറ്റാരുടെയുമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളാണ്. വയനാടിൻ്റെ MP ആയി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിച്ചപ്പോൾ പലരും പറഞ്ഞിരുന്നത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന പരാജയ സാധ്യതയുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിജയിച്ചെന്നൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത്? വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച പ്രിയങ്ക ഗാന്ധി നേരിട്ട ആ പ്രശ്നത്തിന് ഒരു മറുപടി പോലെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന 3 പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ അത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ആ 3 നിയമസഭാ മണ്ഡലങ്ങളും തിരിച്ചുപിടിച്ച് കോൺഗ്രസിൻ്റെ പക്കലേക്ക് നൽകുമെന്ന ഉറപ്പാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പാർലമെന്റ് തലത്തിൽ പരിശോധിക്കുമ്പോൾ വയനാട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം തന്നെയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ഇടങ്ങളും കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഏതൊക്കെയാണ് ആ ഇടങ്ങൾ? മാനന്തവാടി, നിലമ്പൂർ, തിരുവമ്പാടി. ഈ 3 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിലുള്ള ഈ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ പക്കലാണ്. ഈ 3 നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുത്ത കോൺഗ്രസിന്റെ പക്കലേക്ക് തിരികെ നൽകുമെന്ന ഉറപ്പാണ് പ്രിയങ്ക ഗാന്ധി നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയെ പോലെ അവസരങ്ങൾ നിരവധി ലഭിച്ചിട്ടും മത്സരിക്കാതെ തക്കതായ പാർട്ടിയുടെ ഏറ്റവും മോശകരമായ ഒരു സമയത്ത് പാർലമെന്റിലേക്ക് ശക്തി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുവാനെത്തിയ പ്രിയങ്ക ഗാന്ധി സ്വാഭാവികമായും യുക്തിപൂർവമല്ലാതെ ഒന്നും പറയാറില്ല, പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. നിലവിൽ 30-ലേറെ സീറ്റുകൾ നേടേണ്ട കോൺഗ്രസിന് 70-ലേറെ സീറ്റുകൾ നേടി ഭരണത്തിലേക്ക് എത്തേണ്ട UDFന് പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ നൽകുന്ന ഊർജ്ജവും ശക്തിയും ചെറുതല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ലാതെ KPCC ഇപ്പോൾ സംസ്ഥാനമൊട്ടാകെ 2ആയി തിരിച്ചുകൊണ്ട് 2 തരത്തിലുള്ള നേതാക്കന്മാർക്ക് ഓരോ ഇടങ്ങളിലും ചുമതല നൽകിയിട്ടുണ്ട്. ഒന്ന്, പാർലമെന്റ് മണ്ഡലാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേർതിരിക്കുന്നു. 20 പാർലമെന്റ് മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലും ആ മണ്ഡലങ്ങളുടെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ ഉത്തരവാദിത്തമായ MP നൽകിക്കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. അതിൽ തൃശ്ശൂരിൽ മാത്രം ജില്ലാ അധ്യക്ഷന് നേതൃത്വം നൽകിയിരിക്കുന്നു. അതല്ലാതെ ഇനി ജില്ല എന്ന തലത്തിൽ കൂടി വേർതിരിക്കുന്നുണ്ട്. ആ ജില്ലയിലെ മുഴുവൻ ഉത്തരവാദിത്വവും DCC അധ്യക്ഷനും ഒപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാർക്കും നൽകുക, KPCC ഭാരവാഹികൾക്ക് നൽകുക എന്ന തീരുമാനത്തിലാണ് വേർതിരിച്ചിട്ടുള്ളത്. അവർ അവരുടെ താഴെത്തട്ടിലുള്ള മണ്ഡലാടിസ്ഥാനത്തിൽ, ബൂത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാര്യഗൗരവത്തോടുകൂടി അവിടുത്തെ പ്രാദേശിക മുൻഗണനയുള്ള നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി പ്രവർത്തിച്ച് കൃത്യമായ കണക്ക് KPCCക്ക് നൽകിക്കൊണ്ട് ഓരോ വീടുകളിലെയും വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്. അവിടെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഉറപ്പ് തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല, വലിയ ആത്മവിശ്വാസം പകരുന്നതാണ്, വലിയ ഊർജം പകരുന്നത് തന്നെയാണ്. ഇനി പ്രിയങ്ക ഗാന്ധി ഉറപ്പ് നൽകിയ ഈ 3 സീറ്റുകൾ ജയിക്കുവാൻ സാധിക്കുന്നതാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് മാനന്തവാടിയാണ്. OR കേളു MLA ആയി വന്ന CPMന്റെ മന്ത്രിയായിരിക്കുന്ന മാനന്തവാടി. ആ മാനന്തവാടിയിൽ ഭരണവിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ തന്നെ അലയടിക്കുന്നുണ്ട്. കാരണം വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ തകർന്ന് തരിപ്പണമായി പോയ ഒരു മണ്ഡലമാണ് മാനന്തവാടി. മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ, കൃഷിനാശങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ, ആക്രമണങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ മാനന്തവാടി വലിയ രീതിയിലുള്ള
ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിൽ സ്വാഭാവികമായും വനമന്ത്രിക്കെതിരായും സംസ്ഥാന സർക്കാരിനെതിരായും ഒക്കെ രൂക്ഷമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ അലയടിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അവിടെ കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മാനന്തവാടി ഭരണവിരുദ്ധ വികാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ കോൺഗ്രസ് കൃത്യമായ രീതിയിൽ ഏകോപനത്തോടു കൂടി മുൻപോട്ട് പോകുന്ന ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് തന്നെ മാനന്തവാടി കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാകണം പ്രിയങ്ക ഗാന്ധി ഒന്നാമത്തെ മണ്ഡലമായ ഉറപ്പ് നൽകിയത്. ഇനി ഏതെങ്കിലും ഒരു യുവാവിനെ മത്സരിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനമായിട്ടുള്ളത്. 8000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആ നിയമസഭാ മണ്ഡലം നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഇക്കുറി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ, ഒരു യുവ നേതാവിനെ ആ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ വാക്കിന് കുറച്ചുകൂടി ഊർജ്ജം തരുന്ന തരത്തിലേക്കായിരിക്കും KPCCയുടെ തീരുമാനവും നിലപാടുമൊക്കെ. അപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും ആ മണ്ഡലത്തിന്റെ ദുരന്ത സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഒരു സംസ്ഥാന മുഖമായ നേതാവിനെ മത്സരിപ്പിച്ചുകൊണ്ട് മാനന്തവാടി പിടിച്ചെടുക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് KPCC എത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ മാനന്തവാടിയിൽ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ലഭിച്ചത്. 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ആ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലുള്ള തിരുവമ്പാടിയാണ്. തിരുവമ്പാടിയെ സംബന്ധിച്ച് CPM നേതാവായ ലിൻഡോ ജോസഫാണ് അവിടുത്തെ MLA. അതൊരു കുടിയേറ്റ മണ്ഡലമാണ്. 50,000-ലധികം വോട്ടായിരുന്നു അവിടെ നിന്ന് ലഭിച്ചിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ലിൻഡോ ജോസഫ് അവിടെ നിന്ന് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ 4,000 വോട്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനം നടത്തുമ്പോൾ, ജില്ലാ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായും പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമുണ്ട്. അതുകൊണ്ട് തിരുവമ്പാടി നിഷ്പ്രയാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന, ഭരണവിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ അലടിക്കുന്ന ഒരു മണ്ഡലം തന്നെയായിട്ടാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. മറ്റൊന്ന് നിലമ്പൂരാണ്. പറയേണ്ട ആവശ്യമില്ല. കോൺഗ്രസുകാരെക്കാൾ ഒരുപടി മുൻപിൽ PV അൻവർ രംഗത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇതിനോടകം തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ള PV അൻവർ ശക്തമായ രീതിയിൽ CPM ചേരിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. CPM വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുവാൻ കഴിയുന്ന ശക്തനായ ഒരു നേതാവാണ്. ആ PV അൻവർ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയും രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തി മുഖ്യധാരയിൽ തന്നെ പ്രതിപക്ഷത്തോളം തന്നെ കരുത്തിൽ അദ്ദേഹത്തിനെതിരെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം, അവിടെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചുകൊണ്ട് PV അൻവർ നേടിയെടുത്തൊരു മണ്ഡലമാണ്. അതേ PV അൻവർ അവിടെ നിന്ന് മാറി UDFന് പിന്തുണ നൽകിക്കൊണ്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ കൂടി സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നിലമ്പൂർ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രിയങ്ക ഗാന്ധിക്കും ഉള്ളത് കൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിലും കാര്യമായ രീതിയിലുള്ള ഉറപ്പ് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുറപ്പിക്കാം, പ്രിയങ്കയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ പക്കലേക്ക് എത്തും, UDF പാളയത്തിലേക്ക് എത്തുമെന്ന ഉറപ്പ് പ്രിയങ്ക നൽകുമ്പോൾ അത് വെറും വാക്കല്ല എന്ന് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി കരുതുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും.